മാനസരോവർ തീരം അടിവശം മാനസരോവർ ലേക്കിന് അടിവശത്താണ് വൈകുണ്ഠം എന്നാണ് നമ്മളുടെ വിശ്വാസം. അഥവാ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഭഗവാൻ ഇടതുവശത്ത് വിരാജിക്കുന്നു, ഭഗവാന്റെ വലത്തുവശത്തായിട്ട് വൈകുണ്ഠം മാനസരോവറിന് അടിവശത്താണ് അതിനുള്ളിലാണ് പാലാഴി എന്നാണ് പറയുന്നത്. അത് പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മാനസരോവർ തീരത്തിന്റെ അടിഭാഗം മുഴുവൻ ചതുപ്പാണ്, വളരെ ലോല പ്രതലമാണ്. കൂടുതലും ഈ ആമ്പല് പോലത്തെ താമര പോലുള്ള പുഷ്പങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം അവിടെ ഒരു പഞ്ഞി പോലെയാണ് നദിയിലേക്ക് ഏകദേശം ഒരു 10 ഫീറ്റ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ആഴമുള്ള 400ഓളം മീറ്റർ ആഴമുള്ള നദിയാണ്. പക്ഷേ അതിൻ്റെ ഈ ചതുപ്പ് ഭാഗം ശേഷനാഗം അല്ലെ അനന്തൻ അവിടെ വസിക്കുന്നുവെന്നും അതിൻ്റെ വാലിലാണ് നമ്മൾ ചവിട്ടുന്നത്, അല്ല അതിൻ്റെ ശരീരത്തിലാണ് നമ്മൾ ചവിട്ടുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എക്സ്പീരിയൻസ് ആളുകൾക്കുണ്ട്. നമ്മൾ ഇത്രയും അനുഭവങ്ങളെക്കുറിച്ചും പിന്നെ കൈലാസത്തിനെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് മിത്തുകൾ പരക്കുന്നുണ്ടല്ലോ. അതായത് ഒരു പിരമിഡിക്കൽ ഷേപ്പാണ്, ഇവിടെ ഒരു എനർജി ഉണ്ട്, ഇവിടെ ശേഷനാഗമുണ്ട്, അങ്ങനെ ഒരുപാട് മിത്തുകളുണ്ട്. അപ്പോൾ അവിടെ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനോടൊക്കെ ഉള്ളൊരു മറുപടി? നമ്മൾ കൈലാസത്തിന്റെ മിത്തുകൾ എന്ന് പറയേണ്ട വിശ്വാസങ്ങൾ എല്ലാവർക്കും അനുഭവങ്ങളാണല്ലോ. അത് നമുക്ക് പലർക്കും പല അനുഭവമായിരിക്കും. പക്ഷേ ഈ ഒരു 10 വട്ടം പോയ ഒരാൾക്ക് കിട്ടുന്ന അനുഭവത്തെക്കാൾ കൂടുതൽ ഭഗവാനായിട്ട് കൂടുതൽ പോയ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നുണ്ടാവാം. അപ്പം പൊതുവെ മാനസരോവർ തീരത്ത് നമുക്ക് തൊടാം. മാനസരോവർ തീരം അടിവശം മാനസരോവർ ലേക്കിന് അടിവശത്താണ് വൈകുണ്ഠം എന്നാണ് നമ്മളുടെ വിശ്വാസം. അഥവാ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഭഗവാൻ ഇടതുവശത്ത് വിരാജിക്കുന്നു, ഭഗവാന്റെ വലത്തുവശത്തായിട്ട് വൈകുണ്ഠം മാനസരോവറിന് അടിവശത്താണ് അതിനുള്ളിലാണ് പാലാഴി എന്നാണ് പറയുന്നത്. അത് പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മാനസരോവർ തീരത്തിന്റെ അടിഭാഗം മുഴുവൻ ചതുപ്പാണ്, വളരെ ലോല പ്രതലമാണ്. കൂടുതലും ഈ ആമ്പല് പോലത്തെ താമര പോലുള്ള പുഷ്പങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം അവിടെ ഒരു പഞ്ഞി പോലെയാണ് നദിയിലേക്ക് ഏകദേശം ഒരു 10 ഫീറ്റ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ആഴമുള്ള 400ഓളം മീറ്റർ ആഴമുള്ള നദിയാണ്. പക്ഷേ അതിൻ്റെ ഈ ചതുപ്പ് ഭാഗം ശേഷനാഗം അല്ലെ അനന്തൻ അവിടെ വസിക്കുന്നുവെന്നും അതിൻ്റെ വാലിലാണ് നമ്മൾ ചവിട്ടുന്നത്, അല്ല അതിൻ്റെ ശരീരത്തിലാണ് നമ്മൾ ചവിട്ടുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എക്സ്പീരിയൻസ് ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ പറയുന്നത് കൈലാസത്തിന്റെ ഉൾഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രായമാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് പ്രായമാകുകയല്ല, ചില കൈലാസ പർവ്വതം പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്ന മൗണ്ടനാണ് 100%. അതിൽ നിന്ന് മാഗ്നറ്റിക് റേസ് പുറപ്പെടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതലത്തിൽ പോയി നമ്മൾ ദൂരെ നിന്ന് കഴിഞ്ഞാലും, അങ്ങനെ ഒരു പ്രതലമല്ല, അങ്ങനെ ഒരു മൗണ്ടൻ്റെ അടുത്ത് പോയി നമ്മൾ വളരെ വിദൂരത്ത് നിന്നാലും നമുക്ക് ക്ഷീണം വളരെ പെട്ടെന്ന് നമ്മുടെ എനർജി പർവ്വതം വലിച്ച് ലോസാവും, നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകും. ക്ഷീണം ഉണ്ടായ പൊതുവെ നമുക്ക് ടയർഡായിട്ട് തോന്നും, പ്രായവത്തിൽ തോന്നും. അതാണ് നമുക്ക് ഈ ഔട്ടർ കോറയിൽ പോയി കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് കിട്ടും. ഇനി ഇന്നർ കോറയിൽ പോയി 2-3 പ്രാവശ്യം പോയി 10-20 ദിവസം 30 ദിവസം കൈലാസ പർവ്വതത്തിന് അടുക്കിൽ താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഒരു 60% ആളുകൾക്കും ഒരു 4-5 വർഷത്തിനുള്ളിൽ ആന്തരിക അവയവ ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാവും. അത് വളരെ വ്യക്തമായി നമുക്ക് പ്രത്യക്ഷത്തിൽ എൻ്റെ കൂടെ ഒക്കെ വന്ന ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഇന്റേണൽ ഓർഗൻസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പവർ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൈലാസ പർവ്വതത്തിൽ നിന്ന് മാത്രമല്ല, ആ കൈലാസത്തിന് ചുറ്റുപാടുമുള്ള ഭൂമിയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി, ഏത് രീതിയിലുള്ള എനർജിയാണല്ലോ അത് നമുക്ക് താങ്ങാനുള്ള ശേഷി ഇന്ന് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് ഇല്ലായിരിക്കാം. അങ്ങനെ നമുക്ക് അത് തീർത്തും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിലും നമ്മുടെ ആധുനിക മനുഷ്യനും നമ്മുടെ പഴയ മനുഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അന്ന് കെട്ടിപ്പൊക്കിയ പിരമിഡ് ആണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും നമ്മുടെ അജന്ത എല്ലോറ കേവ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് ഈജിപ്തിലെ പിരമിഡ്, അത് ഗിസയിലെ പിരമിഡ്, ആ പിരമിഡ് ഒരിക്കലും ഒരു ടോംബല്ല. പിരമിഡ്സിന് അതിൻ്റെ അകത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ചേമ്പേഴ്സ് അല്ലാതെ, എയർ ഫ്ലോയിങ് ചേമ്പേഴ്സ് അല്ലാതെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ അകത്തുനിന്ന് ഒരു ഹ്യൂമൻ റിമൈനിങ് കിട്ടിയിട്ടില്ല. ഒരു ഫറോവയുടെയും എന്താ പറയാ കിട്ടിയിട്ടില്ല. അതല്ല അതിനുള്ളില്. ശരിക്കും നമ്മൾ ഈജിപ്ഷ്യൻ മിത്തോളജി അനുസരിച്ച് ഒരിക്കലും പിരമിഡ്സ് ഇവരുടെ ശവക്കല്ലറകളല്ല, അതൊരു എനർജി റിസർവയർ ആയിരുന്നു. മനസ്സിലായോ?
ഭൂമിയിലെ നമ്മുടെ ട്രാൻസിറ്റ് കറണ്ട് എന്ന് പറയും. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഈ ട്രാൻസിറ്റ് കറണ്ട്സ് പാസ് ചെയ്യുന്ന റീജിയനിലാണ് ഈ പിരമിഡ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത്, ഈവൻ കൈലാസം പോലും. അപ്പൊ ഈ പിരമിഡ്സിനുള്ളിൽ ഒരു സമയത്ത് ഈ പിരമിഡിന്റെ മുകളിൽ, ഈ ഗിസയിലെ പിരമിഡിന്റെ മുകളിൽ ഒരു ആ ടിപ്പില് ഗോൾഡും സിൽവറും ചേർത്തൊരു അലോയ് മെറ്റലാണ് ഫിക്സ് ചെയ്തിരുന്നത്. അതൊന്ന് 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത് തഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ പിരമിഡിന്റെ ഈ മുനമ്പ് എന്തിനായിരുന്നു? റിസീവ് സൂര്യനെയാണ് അവരെ വിശ്വസിക്കുന്നത്. സൂര്യനിൽ നിന്ന് എനർജി സ്റ്റോർ ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ പ്ലാനറ്റ്സിൽ നിന്ന് എനർജി സ്റ്റോർ ചെയ്യാനായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പിരമിഡ്സിന് ചുറ്റും കോയിൽസ് ഉണ്ടായിരുന്ന പറയുന്നത്. അത് കാലക്രമേണ പോയതാ. ഈ കോയിൽസ് എന്തായിരുന്നു? ഇത് കണ്ടക്ടേഴ്സ് ആണ്. അതല്ലേ, എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഗ്രാനൈറ്റ് കണ്ടക്ടേഴ്സ് ആയിരുന്നു, അല്ല റിസർവേഴ്സ് ആയിരുന്നു ഈ പിരമിഡ്സ് എന്നാണ് പറയുന്നത്. അതും പിരമിഡ്സ് പിന്നെയുണ്ട്. പിരമിഡ്സിന്റെ അടിയിൽ കൂടി ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പല അതിന്റെ ആ എന്താ പറയാ ദൂരം, അവരുടെ അതിന്റെ ട്രാൻസ്ഫേഴ്സ്, അതിന്റെ ആ കൺസ്ട്രക്ഷൻ, അതെല്ലാം സിമെട്രിക്കലാണ്. അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു ബ്ലൂ പ്രിന്റിലാണ് ഈ ഈജിപ്തിലെ പിരമിഡ്സ് മിക്കതും വന്നേക്കുന്നത്. പക്ഷെങ്കിൽ ഈ പിരമിഡ്സിന്റെ ഷേപ്പിലാണ് ചെറിയ മിനിയേച്ചർ ടോംസ് ഉണ്ടാക്കിയെന്നതേ ഉള്ളൂ. ഇതിലെ ടോംസ് അല്ല പിരമിഡ്സിന്റെ മിനിയേച്ചർ രീതിയിൽ അവരുടെ ശവക്കല്ലറകൾ പണിതന്നേ ഉള്ളൂ. പിരമിഡ്സുമായിട്ട് വലിയ വലിയ തിയറീസ് ആണ് വരുന്നത്. ഒരിക്കലും അതൊരു ശവക്കല്ലറയല്ല. മീൻസ് ബോഡി ക്രിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമോ ബറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമോ അല്ല. അതൊക്കെ എനർജി റിസേർവ്സ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കൈലാസം പറഞ്ഞതും. ഒരു കാലത്ത് അതാ പറഞ്ഞാൽ നമുക്കൊരു സിവിലൈസേഷനിൽ നമ്മളാണ് വലുതെന്നും നമുക്കറിയാൻ മേലാത്ത ഒന്നും നടന്നിട്ടില്ലെന്നോ പറയുന്നത് ശരിയല്ല. തീർച്ചയായും അതൊരു സത്യമാണ്. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി പോയി കണ്ട് അനുഭവിച്ചപ്പോഴുണ്ടായിരുന്ന ചില റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഓരോ ഭാഗത്തും, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഭാരതത്തിൽ നമുക്ക് റിച്വൽസ് കാണണമെങ്കിൽ നേപ്പാള് പൂർണ്ണമായിട്ടും, ടിബറ്റിൽ അങ്ങനെ റിച്വൽസ് നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെങ്കിൽ നേപ്പാളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് ഈ പറയുന്ന താന്ത്രിക റിച്വൽസ് കാണാൻ പറ്റിയ ഒരു സ്ഥലം. പിന്നെ ഭാരതത്തിലാണെങ്കിൽ തന്നെ നമുക്ക് മെയിൻലി താന്ത്രികപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാശ്മീരി ശൈവിസമാണ്. ഈ കാശ്മീരി ശൈവിസം എന്ന രീതിയിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഏകസ്ഥലമല്ല, അതിൻ്റെ ഏറ്റവും സൂപ്പർമോസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കാമാഖ്യയാണ്. കാമാഖ്യാണ്ട് ഒഡീഷയിലെ ആസാമിലെയും പല റിമോട്ട് വില്ലേജസിലും ഈ കാശ്മീരി ശൈവസം. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ജയദ്രഥായാമളം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്ന വേൾഡിൽ, ഇന്ത്യയിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. അത്ര വളരെ എന്താ പറയുക, വളരെ ഒരു ബുദ്ധിമുട്ടല്ല, ഗുഹ്യമായ എന്നൊക്കെ നമ്മൾ അതുപോലെ സീക്രട്ട് ആയിട്ടുള്ള എന്താ പറയുക റിച്വൽസ് ആണ്. അത് ശിവനും ദേവിയും ഒരുമിച്ചിട്ട് ദേവനും ദേവി ഒരുമിച്ച് ശിവനെയും ദേവിയെയും ഭൈരവനെയും കാലസംഘർഷിണിയെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു താന്ത്രിക പദ്ധതിയാണ് ഈ കാശ്മീരി ശൈവത്വത്തിലുള്ളത്. അതിൻ്റെ നമുക്ക് എന്താ മംഗളയാമളം, ശരത് പീഠിക, എന്താ അങ്ങനെ ഒത്തിരി രീതിയിലുള്ള റിച്വൽസ് അതിനകത്ത്, സൂര്യനി അവസ്ഥാന്തിക എന്നൊക്കെ പറയുന്ന റിച്വൽസ് അവിടെ ചെയ്യുന്നുണ്ട് ഈ ആസാം കാമാഖ്യ റീജിയനിലൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഹിഡൻ റിച്വൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ താരാപീഠം വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ അപ്പുറത്താണ് താരാപീഠം. അവിടെയാണ് നമ്മൾ കൗളാചാരാണ് പൂർണ്ണമായിട്ടും വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കാമാഖ്യയിൽ പറഞ്ഞത് വാമാചാരാണ്, വാമമാർഗത്തിലുള്ള ക്രിയകളാണ്. പക്ഷെങ്കിൽ ഇവിടെ താരാപീഠത്തിൽ വരുന്നത് പൂർണ്ണമായിട്ടും കൗളമാണ്. കൗളം വെച്ചാൽ കുലാചാരമാണ്. വർഷങ്ങളായിട്ട് ട്രഡീഷണലി ചെയ്തു പോകുന്ന ശക്തി ഉപാസകരാണ്. ശക്തി മാത്രമേ ഉള്ളൂ, അവിടെ ശിവന് പ്രാധാന്യമില്ല, ശക്തി ഉപാസന. അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ അഘോരികൾ ഒത്തിരി വസിക്കുന്ന സ്ഥലമാണ്. ശക്തി ഉപാസകരായ അഘോരികൾ വസിക്കുന്ന സ്ഥലമാണ് താരാപീഠം. അവിടെയാണ് നമ്മൾ ഈ ക്രിമേച്ചർ ഗ്രൗണ്ടിൽ മഹാശ്മശാനം ഉള്ളത്. ആ ശ്മശാനത്തിലാണ് നമ്മൾ ഈ ശവ ഉപാസന എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമ്മൾ അങ്ങനെ ശ്മശാന ഉപാസനകൾ ഒത്തിരി നടക്കുന്നു. ഇന്നും നിലവിൽ ലൈവാണ് അവിടെ. ലക്ഷക്കണക്കിന് യോഗികൾ പല മാസങ്ങളിലും അവിടെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് താരാപീഠം. അപ്പോൾ താരാപീഠത്തിലാണല്ലോ എല്ലാ വർഷവും ഒരിക്കൽ നടക്കുന്ന ഒരു പൂജയുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന
വളരെ സീക്രട്ട് ആയിട്ടുള്ള പൂജയുണ്ട്. അത് നമുക്ക് ഈ പറയാൻ പറ്റില്ല. സീക്രട്ട് എന്നല്ലെങ്കിൽ ഊഹ്യം എന്നൊക്കെ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇത് പുറത്ത് പറഞ്ഞാൽ ആളുകൾ തേടിപ്പോകും. പക്ഷെ അത് ഇന്ന് നിലവിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ നഷ്ടപ്പെടുകയും ചെയ്യാതെ ചെയ്യുന്നത് നമ്മൾ സാധാരണ മനുഷ്യരല്ല. അവിടുത്തെ ഈ ട്രഡീഷണൽ ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആന്ധ്രാപ്രദേശിലുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഇങ്ങനത്തെ ഒത്തിരി റിച്വൽസ് ഉണ്ട്. അവിടെ നമുക്ക് അഹോബിലം എന്ന് പറയുന്നൊരു ക്ഷേത്ര ഭൂമിയുണ്ട്. നരസിംഹസ്വാമി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെയായിരുന്നു പ്രഹ്ലാദിന്റെ കോട്ടയും. ആ സ്തംഭം, ഉഗ്രസ്തംഭം എന്ന് പറയുന്ന ആ സ്തംഭം, അവിടെ പ്രഹ്ലാദിന്റെ കോട്ടയിൽ ആ സ്തംഭം പിളർന്നിട്ടാണ് നരസിംഹമൂർത്തി പ്രത്യക്ഷമാകുന്നത്. അപ്പൊ ആ റീജിയൻ ഒരു കൊടും കാടിനുള്ളിലാണ് അഹോബിലത്തിൽ. അപ്പൊ ഈ പാവന അങ്ങനെ അതാണ് ഈ പാവന നരസിംഹ ക്ഷേത്രം എന്ന് പറയുന്നത്. കാടിനുള്ളിലാണല്ലോ. അവിടെ ഈ കപാലികർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കപാലികർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കഥകളിലും കേട്ടിട്ടുണ്ട്. അവര് രാക്ഷസ തുല്യമായിട്ടുള്ള പവറുള്ള മഹാസാധനകൾ ചെയ്യുന്ന, ഒത്തിരി ഉപാസനകൾ ചെയ്യുന്ന, റിച്വൽസ് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. ആ കപാലിക താന്ത്രിക തന്ത്രം, ആ കപാലിക തന്ത്രം ഇന്നും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ആദിശങ്കരന്റെ കാലത്ത്, ശങ്കരാചാര്യരുടെ സമയത്താണ് ഈ ക്ഷേത്രത്തിലെ ഈ രീതിയിലുള്ള പൂജയായിരുന്നു. ഭാവന നരസിംഹ ക്ഷേത്രത്തിൽ കപാലിക താന്ത്രിക അനുഷ്ഠിച്ചുള്ള പൂജകളായിരുന്നു. ആദിശങ്കരന്റെ കാലത്താണ് നിർത്തിയതും ഈ കപാലികരെ ആ ഈ പൂജ വിധാനത്തിൽ നിന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ ഇപ്പോഴും ഈ കാടിനുള്ളിൽ ഇങ്ങനെയുള്ള പൂജകളാണ്. നമുക്ക് എന്താണെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം നമ്മളത് റിസർച്ച് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കലും പോയിട്ടുണ്ട്, കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ, ഒരു രീതിയിലുള്ള പൂജകളാണ് ആ കാടിനുള്ളിൽ നടക്കുക. അത് വളരെ പെർമിഷൻ എടുത്ത് അവിടുത്തെ നമ്മുടെ ഈ ഗോത്രത്തിലെ തലവൻ, മൂപ്പൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ആളുകളുടെ പെർമിഷനോട് കൂടിയൊക്കെയാണ് നമ്മൾ അവിടെ പോവുക. അപ്പം അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അത് അഹോബിലത്തില് ഈ പാവന നരസിംഹ ക്ഷേത്രത്തില് കപാലിക താന്ത്രിക പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്കുള്ളത് ഈ ഹിമാചലിലെ ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. ഹിമാചലില് സർഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു കിന്നർ വാലിയിലാണ്. സർഹാനില് നമുക്ക് ഭീമാകാളി ടെമ്പിൾ എന്ന് പറയുന്നത് നേപ്പാൾ രാജവംശത്തിന്റെ ദേവിയാണ് ഭീമാകാളി. ഈ ഭീമാകാളി ടെമ്പിളിൽ ഈ നമ്മുടെ ഈ ഒത്തിരി ഈ ഡാകിനിമാരടിച്ച് മന്ത്രവാദിനികളുടെ കൂട്ടമാണ് അവിടെ ഉള്ളത്. അവർ മഹാദേവന്റെ പ്രൊട്ടക്ടേഴ്സ് ആണ്. കിന്നരന്മാരെന്ന് പറഞ്ഞാൽ മഹാദേവന്റെ കിന്നരന്മാരുടെ സംരക്ഷണയിലാണ് വെച്ചാൽ മഹാദേവന്റെ പ്രൊട്ടക്ടേഴ്സ് ആണ് യക്ഷകിന്നര യന്ത്രവാദികൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കിന്നരന്മാർ ഇന്നും വസിക്കുന്ന ഭൂമിയാണ്, അവിടെയുള്ള കൈലാസമാണ് കിന്നര കൈലാസം. അതിന് താഴെയുള്ള ഈ ഗോത്ര വിഭാഗത്തിനിടയ്ക്ക് ഇതുപോലുള്ള ഒത്തിരി പുറത്ത് കോമൺ ആയിട്ടല്ലാത്ത ഒത്തിരി രീതിയിലുള്ള റിച്വൽസ് സർഹാന്, അതുപോലെ തന്നെ റാംപൂർ ബസ്വാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ശ്രീകണ്ഠ കൈലാസത്തേക്ക് പോകുന്ന കൂട്ടിലുള്ള വാവുകളാണ്. അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള റിച്വൽസ് കാണാൻ പറ്റും. ഒരിക്കലല്ല, ഞങ്ങൾ മിക്ക വർഷങ്ങളിലും ഈ ഡിസംബർ ലാസ്റ്റ് ജാനുവരി സമയങ്ങളിൽ ഇവിടെ പോകുമായിരുന്നു. എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവര് പൂർണ്ണമായിട്ടും അഘോര ദീക്ഷ സ്വീകരിച്ച ആളുകൾ. അവര് മൗണ്ട് അബു, രാജസ്ഥാനിൽ മൗണ്ട് അബുലാണ് അവർ താമസിക്കുന്നത്. അപ്പം അവര് ഈ സമയത്ത് അവരുടേതായ കുറെ ചടങ്ങുകൾ എന്താന്ന് ഇപ്പോൾ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പോയാലും ഞങ്ങൾ ഒരുമിച്ച് പോകും. അപ്പൊ ഈ കിന്നർ വാലിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുക. അത് പക്ഷെങ്കിൽ 2 ഇടുക്കുകൾക്ക് ഇടയിലുള്ളൊരു പൈൻ വാലിയാണ്. അപ്പൊ അവിടെയുള്ള താഴത്തെ ഭൂമിയിലുള്ള ആൾക്കാർ മുകളിലേക്ക് പോകും. തണുപ്പ് കാലത്ത് ശൈത്യം കൂടുന്നത് കൊണ്ടും അവിടെ താമസിക്കാൻ പറ്റാത്ത ഇവർ ഉയരങ്ങളിലേക്ക് പോകും. അപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇവരുടെ നമ്മൾ ഈ താമസിക്കാൻ പോകുന്ന വീടിന്റെ അണ്ടർഗ്രൗണ്ടുകളിലെല്ലാം ഈ സ്വീറ്റ് പൊട്ടറ്റോസ് അങ്ങനെയുള്ള കിഴങ്ങുകൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അതും ഈ ഗ്രാമത്തിലെ ആളുകളുമായിട്ട് ഇവർക്കുള്ളൊരു കോൺട്രാക്ട് അല്ല, സ്ഥിരമായി അവർ ചെല്ലുന്നത് കൊണ്ടാണ്. നമ്മളെ വരവ് അവർക്ക് അറിയാൻ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. നിരഞ്ജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിരഞ്ജൻ അവരുടെ അഖാഡ എവിടെയാണ്, മൗണ്ട് അബുലാണ്. അപ്പം ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് പോകാറുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പം എന്തൊക്കെയാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ വീട് മുഴുവൻ അവർ നീറ്റാക്കുന്നു. ഇവർ മുകളിലെ ഗ്രാമങ്ങളിലേക്ക്, ഈ താഴത്തെ ഗ്രാമം ചേക്കേറുന്നു. ഇങ്ങനെ കുറെ ആളുകളാണ് ഇവരുടെ വീട്ടിൽ പിന്നെ ഞങ്ങൾ താമസിക്കുക. അപ്പൊ ഇവിടെ ഞങ്ങൾ ഒരാഴ്ചയോളം താമസിച്ചു കഴിഞ്ഞാലും നമുക്ക് ഞാനെന്തിനും പുറത്തൊക്കെ പോലും ഇറങ്ങാം. അതുപോലെ തണുപ്പാണ്, നമുക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. അതുപോലെ തന്നെ എമർജൻസി വന്നാൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇതെല്ലാം അവിടെ റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഈ രാത്രി കാലങ്ങളിൽ ഇവർ പുറത്തു പോകും. അതാണ് ഇവരുടെ സാധനാ പവർ എന്ന് പറയുന്നത്. ഇവര് ഇട്ടേക്കുന്നത് ഒരു ഷോള് മാത്രമേ പൊതിച്ചിട്ടുള്ളൂ.
ഒരു മുണ്ട് ചുറ്റിട്ടുമുണ്ട്, ഒരു കളറുള്ള. ഇതായിട്ട് ഇവര് 3 പേരുണ്ട്. ഇവർ 3 ആളും ഒരു സന്ധ്യയാകുമ്പം ഈ വാലിയിലേക്ക് അങ്ങ് പോവാം. ഈ വാലിയിൽ ചെന്നിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത് അറിയത്തില്ല. വരുന്നത് പുലർച്ചെ 5 മണിയായിട്ടാണ്. നമ്മൾ തനിയെ ഉള്ളത് വരെ വീട്ടിൽ. ഇവര് അതാണ് അവരുടെ സാധന. എന്താണ് പദ്ധതികൾ നമുക്കറിയില്ല, അറിയാത്തത് പറയാൻ പറ്റും. പക്ഷെ എന്തോ അവിടെയാണ് ഈ നിഗൂഢത വരുന്നത്. അവിടെ എന്താണ് അവർ പോകുന്നത്, എന്തിനാണ് പോകുന്നത്? ഒരിക്കലും ഞാൻ അവിടെ താമസിക്കുമ്പോൾ വൈകിട്ട് നിരഞ്ജൻജി വന്നിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോസ് ഒരു 5-6 ഒരു ബാഗിലാക്കിയിട്ട് അതുമായിട്ട് പോകുന്നു. അതായിട്ട് പോയി അപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നു, അപ്പൊ തന്നെ തിരിച്ചു കയറി വരും. വെച്ചാൽ ആർക്കാ കൊടുത്തേന്ന് ചോദിക്കുന്നു. ഒരാൾക്ക് കൊടുത്ത അവിടെ ആരുമില്ല. ഇവര് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതെടുത്ത് ഒരാൾക്ക് കൊടുക്കും. അത് ആർക്കാ കൊടുത്തത് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നു, കൂടെ വന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാ, പൊക്കം കുറഞ്ഞ നമ്മുടെ ഈ ഇന്നില്ലേ, നമ്മുടെ ഈ 2 കൊമ്പും വാലും ഒക്കെ ഉള്ള പൊക്കം കുറഞ്ഞ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. ആ ടൈമിൽ അവരവിടെ വിസിറ്റ് ചെയ്യുന്നു. ഏതായി ശരത്കാലത്ത് കിന്നർ വാലിയിൽ അവർ വരുന്നു. അവരെവിടെ നിന്ന് വരുന്നെന്നോ ഒന്നും അറിയത്തില്ല. ഭൂമിക്ക് അടിയിൽ നിന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ നിരഞ്ജൻ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ സാധിച്ചു, അവരൊരു കൂട്ടം കുഞ്ഞു മനുഷ്യരാണ്. അത് അവരെ ഭൂമിക്ക് അടിയിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ഏതോ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെയാണ് അവർ ജീവിക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിൽ നിന്ന് എനർജി സ്വീകരിക്കാനാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെന്നും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ഒക്കെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് ഇവർ കൊടുക്കുന്നതാണെന്നും അങ്ങനെയുള്ളൊരു അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കിന്നറിയിൽ നിന്ന്, കൈലാസ റീജിയനിന്നേ അല്ല, ഹിമാചലിലെ ഇതുപോലുള്ള ഹിഡൻ പ്ലേസസ് ഉണ്ട്. ഹിമാചൽ കംപ്ലീറ്റ് ജമ്മാണ്. ഹിമാചലിൽ അതുപോലെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. പിന്നീട് ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊന്നും അല്ലെങ്കിൽ നോക്കിയാൽ കേരളത്തിൽ തന്നെ നമുക്ക് പാലക്കാട് കല്ലടിക്കോട് എന്ന് പറയുന്ന മലവാര സമ്പ്രദായത്തിൽ പൂജ ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. കല്ലടിക്കോട് കരിനീലി, കല്ലടിക്കോട് കരിങ്കുട്ടി എന്ന് പറയും. അത് ദ്രാവിഡരുടെ ആദിമ ദ്രാവിഡരുടെ, ഇപ്പം ദ്രാവിഡർ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ മുതൽ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ തന്നെ തമിഴ്നാട് ഉൾപ്പെടുന്ന മലയോര പ്രദേശം ആ ദ്രാവിഡ സംസ്കാരത്തിന്റെ മുഴുവൻ മാന്ത്രിക പാരമ്പര്യം സ്റ്റാർട്ട് ചെയ്തത് കല്ലടിക്കോട് എന്നാണെന്ന് പറയാം. ഏകദേശം 45,000 വർഷം മുമ്പ് മുതലുള്ളൊരു എന്താ പറയാ ചരിത്ര ഒരു ഹിസ്റ്ററി അവർക്ക് പറയാനുണ്ട് കല്ലടിക്കോടിന്. അപ്പൊ കല്ലടിക്കോട് കരിമല എന്ന് പറയും. ആ മലയുടെ ഉച്ചസ്ഥായിൽ മുത്തിക്കുളം ഉണ്ട്. ആ മുത്തിക്കുളത്തിൽ പ്രത്യേക രീതിയിലുള്ള ഉപാസന ചെയ്താണ് ഉപാസകര് സിദ്ധി സ്വീകരിക്കുക. അവര് ഈവൻ വൈൽഡ് ആനിമൽസിനെ പോലും ടൈം ചെയ്ത് കരടിയുടെ പുറത്തും പുലിയുടെ പുറത്തും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ അടുത്ത കാലം വരെ 100 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഉള്ളവരും കണ്ടവരും ഉണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള മാന്ത്രിക സമ്പ്രദായമാണ്. അവർക്ക് വായുമടികളാണ്, താന്ത്രികോ ക്രിയകളോ ഒന്നുമില്ല. വിളിച്ചു ചൊല്ലി മലവാരത്തമ്മ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ പവറുള്ള ആളുകളാണ്. പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കല്ലടി ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് ഗവൺമെന്റ് പെർമിഷൻ ഇല്ല പോകാൻ. അവിടെ ഞാൻ പോയിട്ടില്ല, പക്ഷേ ആഗ്രഹമുണ്ട്. അതിപ്പം നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും പൗരാണികമായ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഇത് നിലനിൽപ്പുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. മന്ത്രവാദത്തിന്റെ ഇങ്ങനെയുള്ള റിച്വൽസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ.